നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരി ശരി, എന്നാ വണ്ടിയായിട്ട് വന്നോളൂ. 3 മണി എന്നാക്കണ്ട, ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ പോന്നോളൂ. ഞാൻ ചോറ് കൊടുന്നിട്ടില്ലേ, പോണ വയ്ക്കാൻ ഷാലിമാർന്നൊരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് പോയിട്ട് അളക്കാം, എന്നിട്ട് ഇവിടെ കൊടുന്നാക്കിയാൽ മതി. ശരി. സാറേ, ഞാൻ ഈ നിലം പുരയിടാക്കാനായിട്ടേ എന്താ ചെയ്യാന്നൊന്നും അറിയാൻ വേണ്ടിട്ട്. അതിന് ടിപ്പർ കൊടുത്തിട്ട് മണ്ണടിക്കുക, JCB കൊണ്ട് മണ്ണ് നിരത്തുക, എന്നിട്ട് സെന്റ് ഒന്നിനൊരു തെങ്ങും തൈ തിരക്കനാണ്ട് വെക്കുക. അപ്പൊ അതാണ് പുരയിടാവും. സാറേ, അതല്ല, ഞാൻ റെക്കോർഡിക്കലായിട്ട് എന്റെ സ്ഥലം നിലാണ്. അപ്പൊ അത് ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിട്ടായിരുന്നു. ഇപ്പൊ സ്ഥലം പുരയിടാണ്, റെക്കോർഡിക്കലായിട്ട് അതല്ല, BTR നിലന്നാണ് കാണിക്കുന്നത്. BTR അതല്ല, അതാണ്. അതിപ്പോ പറയുകയാണെങ്കിലേ ഇരിക്കേ, പറയണെങ്കി ഇരിക്കണോ? അതല്ലടോ, ഇരിക്കുക, അതല്ലേ കസാര കൊടുത്തിട്ടിരിക്കണ. കുറച്ച് കാര്യങ്ങൾ പറയണ്ട, അതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതായത് ഇപ്പൊ ഓരോ സ്ഥലവും ഇപ്പൊ പുരയിടാണോ നിലാണോ തോട്ടാണോ എന്നൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. അതിന് സെറ്റിൽമെന്റ് രജിസ്റ്റർ എന്ന് പറയും. ഇപ്പൊ 1966 റീസർവേ പ്രകാരം ഇപ്പൊ നിലം നികത്തിയിട്ട് ഒരാൾ വീട് വെച്ചാൽ സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ അത് നിലയാണോ പുരയിടാണോ എന്താച്ചാ അത് അങ്ങനെ തന്നെ നിലനിർത്തണം, മാറ്റാൻ പാടില്ല എന്നാണ് നിയമം. അതെ. ഇതപ്പോ 2008 പുതിയൊരു നിയമം വന്നു, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിയമപ്രകാരം റീസർവേ BTR നിങ്ങളുടെ ഭൂമി നിലാണെന്ന് കരുതുക, അത് പുരയിടാക്കാൻ RDOനെ വേണമെങ്കിൽ പറ്റും. അതെല്ലേ? അത് ശരി സാറേ, എന്റെ സ്ഥലം ആദ്യമേ എങ്ങനെ നികന്ന് കിടക്കാണ്, അത് അപ്പൂപ്പന്റെ കാലത്ത് തന്നെ നികത്തിയിട്ടുള്ളതാ. ഇനിയിപ്പോ തന്റെ അപ്പൂപ്പന്റെ കാലത്ത് നികത്തിയതാണെങ്കിലും നിങ്ങളുടെ സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. അതെന്താ സാറേ ഈ ഡാറ്റാ ബാങ്ക്? ഇപ്പൊ നമ്മുടെ കേരളം മുഴുവനും നികത്തി പുരയിടാക്കി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാനും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കാനൊന്നും പറ്റാതെയാവും. അതുകൊണ്ട് ഒരിക്കലും നികത്താൻ പാടില്ലാത്തതും കൃഷിയോഗ്യവുമായ സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഡാറ്റാ ബാങ്ക്. ഇനിയിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് നിലമാണെങ്കിൽ നിലമായിട്ട് തന്നെ കിടക്കും. ഇനി ഡാറ്റാ ബാങ്ക് പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കരടച്ച റെസീറ്റ് കൊടുക്കുന്നുണ്ടാ? എല്ലാ പേപ്പറും ഉണ്ട്. 360/3 മറ്റേ ഇത് പിടിക്കും. രക്ഷപ്പെട്ടുട്ടാ. പെട്ടിട്ടില്ല. ഇല്ല അല്ലേ? സമാധാനായി, കൊറേ നാളായി. അപ്പൊ സാറ് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങള് ഫോറം 6 ഒരു അപേക്ഷ തയ്യാറാക്കുക, എന്നിട്ട് 1000 ഉറുപ്പ്യ ചലാൻ കിട്ടുക. എന്നിട്ട് നിങ്ങളുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി പ്ലോട്ടിംഗ് ഡാറ്റ സഹിതമുള്ള സ്കെച്ച് 5 കോപ്പി. അതാരെങ്കിലും തയ്യാറാക്കിയ പറ്റില്ല. ലൈസൻസ് ഉള്ള സർവേയർ വേണം, അല്ലെങ്കിൽ സർവേ ഓഫീസിൽ നിന്ന് റിട്ടയർഡ് ആയ ഏതെങ്കിലും ഓഫീസർമാർ വേണം. ഇവര് വേണം ഇത് തയ്യാറാക്കാൻ. ആ 5 കോപ്പിയും ആധാരത്തിന്റെ കോപ്പിയും പിന്നെ ഈ കരടച്ച റെസീറ്റുമായിട്ട് RDO ഓഫീസിൽ ചെന്നാൽ മതി. സ്വഭാവ വ്യതിയാനം അല്ലേ? അതെ. അതായത് നിലം പുരയിടാക്കണം. അതെ. 23 സെന്റ് അല്ലേ? അതെ. അന്നത് പുരയിടാക്കണമെങ്കിൽ ഫെയർ വാല്യൂ അടക്കണമായിരുന്നു. അടച്ചോ? അടച്ചിട്ടില്ല. ഞാൻ ഈ നിയമം മാറിയല്ലോ ഇപ്പൊ. 25 സെന്റ് വരെ ഇപ്പം പൈസ അടക്കേണ്ട കാര്യമില്ല. ആ നിയമം മാറുന്നതിന് 3 ദിവസം മുമ്പേ ഞാൻ ഈ അപേക്ഷ തന്നത്. അല്ല, അപ്പൊ എന്നിട്ട് ഫെയർ വാല്യൂ അടച്ചതും ഇല്ല? ഇല്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട് ചേട്ടാ, എന്താ അറിയാമോ? ഇപ്പൊ പല RDOമാരും ഇപ്പൊ ഈ ഉത്തരവ് വന്നില്ലേ, അതിനുശേഷം അപേക്ഷിച്ച ആൾക്കാരിൽ നിന്ന് വരെ പൈസ വേണമെന്ന് നിർബന്ധം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇളവുകൾ കൊടുക്കണില്ല അല്ലേ സാറേ? ഇല്ല, 3 ദിവസം ഇല്ലായിട്ടുള്ളൂ. അല്ല, 3 ദിവസം മുന്നേ ചേട്ടൻ കൊടുത്തു. ഈ ഉത്തരവ് വന്നതിന് ശേഷം കൊടുത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നും ഈ പൈസ ഈടാക്കണ്ട് ഇപ്പൊ. അതെന്താ മേഡം അങ്ങനെ? സാർ, അതെന്താ അങ്ങനെയൊന്നും അങ്ങനെ പറയാൻ കാര്യമുണ്ട്. അസൽ നിയമം തണ്ണീർത്തട സംരക്ഷണ ആക്ടിൽ അത് പറയുന്നില്ല. 25 സെന്റിൽ താഴെ ഫെയർ വാല്യൂ അടയ്ക്കേണ്ടെന്ന് ഉത്തരവിലാണ് പറയുന്നത്. ചില RDOമാര് ആക്ടിന് വിപരീതമായി ഉത്തരവ് ഫോളോ ചെയ്യാൻ വിസമ്മതിക്കും. അപ്പൊ അവര് പറയണത് ഇനി അങ്ങനെയാണെങ്കിൽ ആക്ട് തിരുത്തിക്കോ എന്നാ ഞങ്ങൾ നോക്കാന്നാ പറയണേ. അല്ല സാറേ, ഇപ്പൊ എന്ത് ചെയ്യും?
ഉത്തരവിന് 3 ദിവസം മുമ്പല്ലേ ചേട്ടൻ അപേക്ഷിച്ചത്? അതെ. അപ്പൊ എന്തായാലും കാശ് അടച്ചേ പറ്റും. അതെ, ശരിക്കും പൈസ അടയ്ക്കേണ്ടതാണ്. അതൊന്ന് ഒഴിവാക്കി തന്നൂടെ മാഡം? അതെ, ഞാനോ ആ കുട്ടിയെ വിചാരിച്ചാലൊന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ഞങ്ങളെ നമ്മുടെ RDO ആയിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ വല്ല മാനുഷിക പരിഗണന വല്ലതും കിട്ടുമെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. ആ, ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് വാ. ശരി. കഷ്ടം. കാലും വയ്യാണ്ട മനുഷ്യൻ ഈ പടിയൊക്കെ കയറി ഇറങ്ങി ഈ ഓഫീസിൽ വരണതേ. ഇനിയിപ്പോ അധിക നാൾ ഇതൊന്നും കാണേണ്ടി വരില്ലല്ലോ എന്നുള്ളൊരു സമാധാനം തന്നെ. സാറിന് എന്താ അസുഖം? എന്താ സുഖം? അല്ല, ഇപ്പൊ 3 കൊല്ലം കൂടിയൊക്കെ ഉണ്ടാ മതി. കുട്ടിയെ 3 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പെൻഷനാവും, അല്ലാതെ ഇതല്ല ഉദ്ദേശിച്ചത്. എന്തേലും പറഞ്ഞാ അതിൽ കയറി അങ്ങ് പിടിച്ചോളൂ. സുഖം പോലും. അതെ, ആ തടത്തരികത്ത് വീട്ടിൽ സുധാകരന്റെ വസ്തുവിന്റെ കാര്യം അന്വേഷിച്ചോ? ഏതാണ് സാർ? എൻ്റെ കുട്ടി ആ കരം തീർന്ന രസീതിൽ 610 സ്ക്വയർ മീറ്റർ, അത് സർവേയർ തയ്യാറാക്കിയ സ്കെച്ചിൽ 580 ചതുരശ്ര മീറ്റർ. അപ്പൊ അത് വ്യത്യാസം കിടക്കയില്ല, അത് അന്വേഷിച്ചോ? ഞാൻ വിളിച്ചു ചോദിച്ചു. എന്നിട്ട് എന്തോ പറഞ്ഞത് പറ എന്നോട്. അത് എന്റെ മുമ്പേ ഇവിടെ ഇരുന്ന സാറില്ലേ ട്രാൻസ്ഫർ ആയി പോയേ, ആ സാറിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ നമ്മുടെ മരിച്ചുപോയ സലീം സാർ RDO ആയിരുന്നപ്പോ സലീം സാറ് പറഞ്ഞൂന്ന് കൈവശ വിസ്തീർണം അല്ല കരമടച്ച വിസ്തീർണമാണ് എഴുതണ്ടേന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാഹുലയൻ സാറ് സൂപ്രണ്ടായിട്ട് വന്നില്ലേ, അപ്പൊ സാറ് പറഞ്ഞൂന്ന് കരമടച്ച വിസ്തീർണം അല്ല എഴുതേണ്ടത് കൈവശ വിസ്തീർണമാണ് എഴുതേണ്ടത്. അപ്പൊ ആ അപേക്ഷയൊക്കെ തിരിച്ചയച്ചു. ഹേയ്, അതല്ല, കരമടച്ച വിസ്തീർണമാണ് എഴുതേണ്ടത്. എന്നിട്ട് അത് മൊത്തത്തിൽ പുരയിടമാക്കി കൊടുക്കണം. ഇപ്പോ 20 സെന്റിന് കരമടച്ച ആളിന് 19 സെന്റ് സ്വാഭാവിക വ്യതിയാനം വരുത്തി കൊടുത്താൽ ബാക്കി 1 സെന്റ് എന്തോ ചെയ്യും? എന്റെ പൊന്നു സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഓരോ ഉദ്യോഗസ്ഥര് മാറി മാറി വരുന്നു, സൂപ്രണ്ടുമാരും മാറി മാറി വരുന്നു. അപ്പൊ അവരുടെ രീതിക്കനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരുന്നാല് നമുക്ക് എന്തെങ്കിലും എഴുതി ഒപ്പിക്കാം. പക്ഷെ ഇതുപോലത്തെ പാവങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒഴുക്ക്, ആ ഒഴുക്കിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് നീന്തി പോവാ കേട്ടോ. സാറേ, അപ്പൊ ഈ സാധാരണക്കാർ കുറെ പേര് അതിലങ്ങ് മുങ്ങിച്ചാവും, കുറെ പേര് രക്ഷപ്പെടും. സാറേ, ഇങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ, വെറുതെ. അതെ, മണ്ടുവിന്റെ പോസ്റ്റ് ഏതാ? കുമ്പളം PO. അതല്ല, ഇവിടുത്തെ ഡെസിഗ്നേഷൻ എന്താണെന്ന്? LD ക്ലർക്ക്. LD ക്ലാർക്ക്. എത്ര വർഷത്തെ സർവീസ് ആയി? 3.5. എന്റെ കാഷ്വൽ ലീവിന്റെ സർവീസ് പോലും ഇല്ലാത്ത LD ക്ലാർക്കെ സീനിയർ സൂപ്രണ്ടും LD ക്ലാർക്കും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കിയിട്ട് വേണം എന്നോട് സംസാരിക്കാൻ കേട്ടോ. സോറി സാർ. ചോറിനൊന്ന് ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. പുളി ചേർത്തരച്ചതാണോ? LD ക്ലർക്കിന്റെ സ്ഥലത്തിരുന്ന് കഴിച്ചോളൂ. അന്തരം എപ്പോഴും ഉള്ളതൊന്നല്ലോ. ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഇനി ഇല്ല സാർ, അന്തരം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നല്ലതാ. അല്ല മണ്ടോതിരി മേഡം, ഈ സർവേ സ്കെച്ച് അപേക്ഷയുടെ കൂടെ 5 കോപ്പിയൊക്കെ വെച്ചതിന്റെ കാര്യം എന്താ? സാർ, അത് ഇവിടത്തെ കീഴ്വഴക്കം അങ്ങനെയായിരുന്നു. എന്ത് കീഴ്വഴക്കവും? ഞാൻ മുമ്പ് വർക്ക് ചെയ്ത് കൊടുത്തൊക്കെ ഒറ്റ കോപ്പിയെ വെക്കുക, ബാക്കി ആവശ്യമുണ്ടെങ്കിൽ ഓരോ കോപ്പി എടുത്ത് ഓരോ ഓഫീസിലേക്ക് അയച്ചു കൊടുത്ത പോരെ? സാറേ, ഇപ്പൊ ഉള്ള രീതികൾ സാർ ഇനി മാറ്റല്ലേ സാറേ? ശരി, ഞാൻ ഇഷ്ടം പോലെ ആട്ടെ. ഓരോരോ മാണ്ടാത്ത പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ്. പുരയിലാക്കണം. പുരയിലാക്കണം. കായലിലോ? കായൽ നിർത്തിയിട്ട് പുരയിലാക്കാൻ പറ്റുമോ സാറേ? പറ്റായൊന്നുമില്ല, ജയിലിൽ പോണ്ടി വരും, ഇത്രയേ ഉള്ളൂ. അത് പറ്റില്ല സാർ. ഞാൻ ജയിലിൽ നിന്ന് മിനിയാന്ന് വന്നതേ ഇല്ല. ആര്? ഞാൻ. എന്തിനാ ജയിലിൽ പോയത്? അതൊരു നിസ്സാര പ്രശ്നം. ഒരു അയൽവാസി ഒരു ഇരുമ്പിന്റെ പൈപ്പോട് തലക്കൊര അട്ടി കൊടുത്തു. എന്തിന്? അങ്ങനെയൊന്നുമില്ല സാറേ. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റവൻ പറഞ്ഞ ആ പട്ടി കൊടുക്കണം. അത് ആരെന്നില്ല, ആർക്കായാലും കൊടുക്കണം.
എന്താ പേര്? ഉണ്ണിരാജ. ആ ഉണ്ണിക്കുട്ട, അവിടെ കാണിച്ചോ? അവിടെ കാണിച്ചാൽ മതി. വീട്ടിന് പറ്റൂലേ? വേണ്ട, അവിടെ കാണിച്ചാൽ മതി. അപേക്ഷയാണ്, മനസ്സിലാവോന്നറിയില്ല. മനസ്സിലാവും. സാർ ഇരുന്നോ? സാർ ഇരിക്കൂ. ജയിലിന് വാച്ചർ തന്നെ സാറേന്ന് വിളിക്കും. ഇരിക്കട്ടെ. സാറേ, ഇത് 65 സെന്റ് ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോഴേ ഇത് ഫോം 7 ആണ് തരേണ്ടത്. ഇത് ഫോം 6 അല്ലേ? 50 സെന്റിന് മുകളിലോട്ടാണെങ്കിലേ ഫോം 7 ആണ് നമുക്ക് തരേണ്ട അപേക്ഷ. അതെ, ഇത് ഫോം 6 ആണ്. അതിന്റെ അപ്പുറം ഒന്നുകൂടെ ഞാൻ തരണം 7 ആക്കാൻ. അങ്ങനെയില്ല. ഫോം 7 എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോം ഉണ്ട്. അത് വാങ്ങണം, എന്നിട്ട് അപേക്ഷിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഇതില് 65 സെന്റ് ഇല്ലേ, അപ്പൊ അതില് 10% തണ്ണീർത്തടമായിട്ട് നിലനിർത്തണം. അതായത് ഒരു 6.5 സെന്റ് 6.5 സെന്റ് തണ്ണീർത്തടമായിട്ട് തന്നെ നിലനിർത്തേണ്ടി വരും. 6 സെന്റ് നഷ്ടപ്പെടുത്തണമെന്നോ? അങ്ങനെ നഷ്ടപ്പെടുത്തണമെന്നല്ല, പിന്നെ എങ്ങനെ? നിങ്ങളുടെ തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 6.5 സെന്റ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയാണ് നീ. സാറേ, അത് നഷ്ടപ്പെടൂല, അവിടെ ഉണ്ടാവും. അതാണ് മണ്ടോദരി മാഡം പറയണത്. അങ്ങനെ ആടിയാടിയും ഉണ്ടായിട്ടുണ്ട് കാര്യമില്ലല്ലോ. എന്റെ സ്ഥലം അതല്ല സാറിപ്പോ എന്തായാലും ഫോം 7 തരണമല്ലോ. ഇത് പറ്റൂല, 50 സെന്റിന്റെ മുകളിലായതുകൊണ്ടേ. അപ്പൊ ഫോം 7 65 സെന്റ് ഇല്ലത്. അതെന്റെ അമ്മയുടെ പേരിലാണ്. അതിന് 49 സെന്റ് അമ്മക്കിട്ട് 16 സെന്റ് എന്റെ പേരിൽ എഴുതിയാൽ 49-നും 16-നും അപേക്ഷ കൊടുക്കാലോ. പറ്റും. സാർ ഭയങ്കര ബുദ്ധിയാണല്ലോ. അങ്ങനെ മതി. എന്നിട്ട് ഇവിടെ അപേക്ഷ എന്നാ ഞാൻ അപ്പൊ തന്നെ എന്താന്ന് പറഞ്ഞ ഇത് ഞാൻ എന്റെ പാർട്ടീഷൻ ആക്കിയിട്ട് 16 എന്റെ പേരിലാക്കിയിട്ട് ഇപ്പൊ 49 അമ്മക്കും അല്ലേ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പം മാറ്റി പറയാണ്ടെന്നാ മതി. മാറ്റൂല, ഞാൻ മാറ്റൂല. ഓർമ്മ പോയിക്കോട്ടെ, ഞാൻ കാണും. മണ്ടുവോ, എന്റെ ഇത്രയും കാലത്തെ സർവീസിൽ ഇങ്ങനത്തെ ഒരു അവതാരത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണാം. കയ്യും കാലും പറിച്ചു എനിക്ക്. സാറിന് ഡീൽ ചെയ്ത സാറിന് ഇങ്ങോട്ട് പറഞ്ഞിട്ട്. അല്ല, ആള് സോഫ്റ്റ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ. ഗദ്ദറ്റ് അടിച്ച് ഇന്നൊരു അടി വെച്ചാൽ തീർന്നില്ല. ഞാൻ ആലോചിച്ച് നോക്കി. സാറേ നമസ്കാരം. നിങ്ങൾ ഇതിന്റെ മുമ്പ് ഇവിടെ വന്നിട്ടാ? സാറേ, ഞാൻ 4-5 തവണ ഇവിടെ വന്നിട്ടുണ്ട് സാറിന്റെ അടുത്ത്. മറ്റേ നിലം പുരയിടാക്കേണ്ട കാര്യത്തിനായിട്ട് 3-4 മാസമായി ഞാൻ തന്നിട്ടത്. അല്ല, അത് ഇയാള് ഇവിടെ കൊണ്ടുവന്ന? സാറേ, ഇവിടെ തന്നാണ്. ഇരിക്ക്. അതെന്തിനപ്പൊ ഇവിടെ കൊണ്ടുവന്ന്? അല്ല സാറേ, ഞാൻ ഈ RD ഓഫീസിൽ ചെന്നപ്പോഴേ അവിടെ ഞാൻ ഈ അപേക്ഷ രേഖകളൊക്കെ കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വില്ലേജ് ഓഫീസറെ കണ്ടിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ മടക്കി പറഞ്ഞു. അത് ശരി. സാർ ഒന്നാം സ്ഥലം വന്ന് പരിശോധിച്ചിട്ടേ ഇത് പുരയിടമാക്കാവുന്നെന്നും പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടൊന്ന് ഫയൽ അയക്കുമോ? ഞാൻ RD ഓഫീസിലേക്ക് ഫയൽ അയക്കാം. ഇയാളെന്തോ വില്ലേജ് ഓഫീസറെ നിയമം പഠിപ്പിക്കാൻ വന്നേക്കണാണ്? അയ്യോ അല്ല സാറേ, ഞാൻ പറഞ്ഞതാണ്. കൊറേ നടക്കണം സാറേ, ഒന്ന് ശരിയാക്കി തന്ന ഉപകാരം. അതിനേ ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും ഒക്കെ അറിയണം. അതൊക്കെ കാണാപ്പാടാ. ബ്ലോക്ക് നമ്പർ 14, സർവേ നമ്പർ 360/3. ഇത് ഈ സ്വഭാവ വ്യതിയാനത്തിന്റെ ഫയൽ വായിച്ചു മരപ്പാടായി സാറേ. ഈ അപേക്ഷകന്റെ പേരെന്താ? എന്റെ പേരെന്നെയാ. ഇയാളുടെ പേര് പറയടോ. സൂതൻ. അല്ല, അയ്യോ അതിന്റെ പേരിലടോ. അതെ, ഞാനേ പുറത്തുനിന്ന് സാറിന്റെ പേരൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടേ
എന്റെ പേര് ശീതളൻ. അതെ ശീതള, ആ. ഒരു വില്ലേജ് ഓഫീസിൽ എത്ര വില്ലേജ് ഓഫീസർ ഉണ്ട്? ഒരാള് അല്ലേ? ആ. അയാൾക്ക് എന്തോരം പണിയുണ്ടെന്ന് അറിയോ? ആൾക്കാരുടെ വരുമാനം എത്രയാന്ന് അറിയണം, ചെലവ് എത്രയാന്ന് അറിയണം, ഭൂമി നികത്തുന്നുണ്ടോന്ന് അറിയണം, ഭൂമി കുഴിക്കുന്നുണ്ടോന്ന് അറിയണം, തണ്ടപ്പേരറിയണം. ഇനി 100 കണക്കിന് ആൾക്കാരുടെ അപേക്ഷയാണ് നിലം പുരേടാക്കണം എന്നും പറഞ്ഞു ഇവിടെ വന്നിട്ട്. ഇതൊക്കെ ഞാൻ ശരിയാക്കും. അയ്യോ, ഇത് എത്ര പണിയാ സാർ, ഇത് എത്ര ശമ്പളം ഉണ്ട്? ഇയാൾ അപേക്ഷ തന്നതിന്റെ കൂട്ടത്തിൽ ഫോൺ നമ്പർ തന്നിട്ടില്ലേ? ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സമയമാകുമ്പോ വിളിക്കാം, അപ്പൊ വന്നാ മതി കേട്ടാ. സഹായിക്കണം കേട്ടോ. ഓ ശരി അപ്പൊ. ശരി. ഓ, വില്ലേജ് ഓഫീസർ ആവാൻ നന്നായി. എന്തൊരു ചീഞ്ഞ മഴയാണ്. മനുഷ്യനിടങ്ങാറാക്കാൻ തണുക്കണ്ടാ കോട്ടയനടിയോ. അതെ, നമുക്കൊന്ന് തുറന്ന് അങ്ങോട്ട് പോകാം. അറിയല്ലേ മഴ കൊണ്ട് ഒന്നിനെയാണ് പെയ്യ അതിൽ പോവാ. നിങ്ങനെ നിക്കാ ചെയ്ഞ്ഞട്ടെ. അപ്പൊഴേ എന്താ നമ്മുടെ പേര്? നമ്മുടെ രണ്ടാളുടെ അല്ല, ചേട്ടന്റെ പേര്? ചേട്ടനേ, എന്റെ പേര് ശീതളൻ നഞ്ച. അതെ. അനുജന്റെ പേരെന്താ? എന്റെ പേര് സുമേഷ് കുമാർ. ഭയങ്കര പേരാണല്ലോ. ഭയങ്കര പേരുണ്ട്. എവിടേക്കാ പോണേ? അനുജൻ എവിടേക്കാ? RD ഓഫീസ് വരെ ഒന്ന് പോകണേ. ഓ ശരി, RD ഓഫീസിലേക്കാ. ഞാൻ എവിടേക്ക് വന്നെ? എന്റെ അയൽവാസിയാണ് സുമേഷ് ചേട്ടൻ. ശരി ശരി. സുമേഷ് ചേട്ടന്റെ വൈഫിനൊരു മോനെ എന്റെ ഭാര്യ. അത് തന്നെ ഒരു 14 സെന്റ് ഭൂമി കിട്ടി. അത് അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് തന്നെ അത് പുരയിടമായിട്ട് കിടക്കാണ്. പിടിച്ചാ പിടിമുട്ടാത്ത മരമൊക്കെ നിക്കണത്. അപ്പൊ ഈ 2 കൊല്ലം മുമ്പ് സുമേഷ് ചേട്ടൻ കരം അടച്ച്. അപ്പൊ അതില് നിലോന്ന് കാണിച്ച്. ഇപ്പൊ അത് തിരുത്താൻ വേണ്ടി നടക്കാണ്. 2 കൊല്ലമായി. എന്റെ പ്രശ്നമൊക്കെ തന്നെയാ. പറയണ്ട, ഞാൻ ഈ സ്ഥലം ശരിയാക്കാൻ വേണ്ടിട്ടേ ഞാൻ നടന്ന് അവസാനം കാല് കഴിച്ചപ്പോ ഈ വില്ലേജ് ഓഫീസറായിട്ട് ഒരു റിപ്പോർട്ട് ശരിയാക്കി തന്നു. കാലി കഴിച്ചല്ല സ്ഥലത്തിന്റെ. ഇത് അതിന്റെ അപ്പുറത്താണ്. പുള്ളി ആദ്യം ചെന്നപ്പോ പറഞ്ഞ് അളന്നുകൊണ്ടെന്നു പറഞ്ഞു. അളന്നുകൊണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോ പറഞ്ഞ അത് അംഗീകാരമുള്ള സർവേർ അളക്കണമെന്ന്. പിന്നെ സർവേർ അളന്ന് കൊണ്ടുപോയി കൊടുത്തപ്പോ പറഞ്ഞ അതിന്റെ 5 കോപ്പി വേണം. വേഗം 5 കോപ്പി എടുത്തുകൊണ്ട് എന്നപ്പോ പറഞ്ഞു ഒരെണ്ണം മതി, 4 എണ്ണം വേണ്ട. ഒരു 5000 രൂപ അടക്കണം. നടന്ന് പാവപ്പെട്ടവനെ ഇടങ്ങിയറ. ഇന്ന് എന്നെ വിളിച്ചിട്ട് പോണേനൊന്ന് സംസാരിക്കാൻ. എന്താ ചെയ്യാ? തോർച്ചയുണ്ടല്ലോ, നമുക്കൊന്ന് ചെന്നാലോ? ചെറിയൊരു കുറവുണ്ടല്ലേ? നടക്കാൻ നല്ലത്. അതെ അതെ. പോയാലോ? പോവല്ലേ?